നമസ്കാരം. ഞാൻ ബിജീഷോളു. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളായാലും നമുക്ക് ഈ ഒരു ട്രെൻഡ് നമുക്ക് എങ്ങനെ വിലക്കാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയിൽ ഒന്ന് സംഭവിച്ചു നോക്കാം. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വരുമ്പോൾ ഇപ്പം സൂചിപ്പിക്കാറാണ് റെസിസ്റ്റൻസ് ഏരിയയിലാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ നൽകിയിരിക്കുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക. 22,600 മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. പക്ഷെ അതിൻ്റെ ഒരു താഴെ ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി 22,575 താഴെ സസ്റ്റെയിൻ ചെയ്താൽ ഷോർട്ട് സെന്റർ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സപ്പോർട്ട്, അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 22,500 സപ്പോർട്ടാണ്. അപ്പോൾ നിഫ്റ്റിയിലും തുടക്കത്തിലൊരു നല്ലൊരു ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി വന്നു. അതിനുശേഷം 22,500 സപ്പോർട്ടിൽ നിന്ന് അവർ ബൗൺസ് ചെയ്തു. കുറേ സമയം ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ആയിരുന്നു. അതിനുശേഷം 22,600 മുകളിലേക്ക് ബ്രേക്ക് ചെയ്തു. അവസാനത്തെ ഒരു സെക്ഷനിലാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധിക്കുക. നമ്മൾ ഈ ഒരു റേഞ്ചിൽ നമ്മളൊരു ബൈ ഓപ്പർച്യൂണിറ്റി എപ്പോഴും 22,600 മുകളിൽ മാത്രം സസ്റ്റെയിൻ ചെയ്താലാണ് നമ്മളത് സൂചിപ്പിച്ചിരുന്നത്. പക്ഷെ അതിനുശേഷം ക്ലോസിംഗ് കൂടെ കാണിച്ചിരിക്കുന്നത് റോങ് ആണ്. 22,600 താഴെയാണ് നിഫ്റ്റിയുടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിഫ്റ്റിയിലും വരും ദിവസങ്ങളിലായാലും നിഫ്റ്റിയിൽ നമുക്കത് എങ്ങനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ആയാലും തുടക്കത്തിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു തുടക്കത്തിൽ. പക്ഷെ നമ്മൾ ലോവർ ലെവൽ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. നമ്മൾ ലോവർ ലെവൽ എത്തുമ്പോൾ നിഫ്റ്റിനെ ഇങ്ങനെ മാനേജ് ചെയ്യാനാണ് സൂചിപ്പിച്ചത്. അതായത് നമുക്ക് ഈ ഒരു ലെവലുകളൊക്കെ എത്തുമ്പോൾ തിരിച്ച് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് കയറുമ്പോൾ. പക്ഷെ നിഫ്റ്റിയിൽ ഒന്ന് 22,500 വരെയാണ് നിഫ്റ്റി ടെസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലായാലും ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിലെ ഗ്രാഫാണ്. ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് കാണാം. 22,600 താഴെയാണ് നിഫ്റ്റിയുടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിഫ്റ്റിക്കായാലും ഈ ഏരിയകളൊക്കെ സ്ട്രോങ് ആയിട്ടൊരു പ്രഷർ താഴത്തേക്ക് വന്നിരിക്കുന്ന ഒരു ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം എത്ര വലിയൊരു ബുള്ളിഷ് മൊമെന്റ് ആയാലും മാർക്കറ്റിൽ നല്ലൊരു ഫാള് വന്നു കഴിഞ്ഞാൽ എത്ര വലിയൊരു മൊമെന്റ് ആയാലും ഒന്ന് രണ്ട് ദിവസം എടുത്തുള്ള മൂവ്മെന്റുകളൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കണം. പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിയുടെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്ക്നെസ് ആണ്. പിന്നെ അഗ്രസീവ് ആയിട്ട് ഒരു ബൈര സെന്റിമെന്റിലേക്ക് നിലനിൽക്കരുത്. കറണ്ട് ഒരു സെന്റിമെന്റിൽ പോസിറ്റീവ് ആണ്. മാനേജ് ചെയ്യുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് ചെറിയൊരു ടൈം ഫ്രെയിമില് 5 മിനിറ്റ് ടൈം ഫ്രെയിമില് നിഫ്റ്റിയുടെ സപ്പോർട്ട് ഏതാണ്, റെസിസ്റ്റൻസ് ഏതാണ്, നിഫ്റ്റിനെ അങ്ങനെ മാനേജ് ചെയ്യണം. വരും ദിവസമായാലും നമുക്ക് നിഫ്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും സപ്പോർട്ട് ഈ ഏരിയയിൽ വളരെ ശ്രദ്ധിക്കണം. മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്ന രീതിയിലല്ല നിഫ്റ്റിനെ മാനേജ് ചെയ്യേണ്ടത്. കാരണം നിഫ്റ്റിയിലും ഒരു സപ്പോർട്ട് ഈ ഒരു ലെവൽ വരെ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ടാണ്. അതായത് 22,560 വരെ നിഫ്റ്റിയുടെ സപ്പോർട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ ഒരു സപ്പോർട്ട് ഷോർട്ട് സെന്റർ ഓപ്പർച്യൂണിറ്റി 22,560 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താലാണ് ഷോർട്ട് സെന്റർ ഒരു ഓപ്പർച്യൂണിറ്റി നന്നായിട്ട് വർക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും നിഫ്റ്റി ഒരു സപ്പോർട്ടിലാണെങ്കിൽ ബൈര ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിമിൽ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവൽ റെസിസ്റ്റൻസ് വരിക 22,630 കാരണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 22,560 താഴെ സസ്റ്റെയിൻ ചെയ്താൽ പ്രത്യേകം ശ്രദ്ധിക്കുക. 22,560 താഴെ ഇന്റർണൽ സസ്റ്റെയിൻ ചെയ്താൽ അഗ്രസീവായിട്ട് ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ലോവർ ലെവൽ നല്ലൊരു സപ്പോർട്ട് ചെയ്യുന്ന ഉള്ള ഒരു ബൈര ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ലോവർ ലെവൽ നല്ല സപ്പോർട്ട് ലോവർ ലെവൽ ഇനി വരുന്നത് 500 താഴെയാണ്. 450 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നിഫ്റ്റിയുടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ വരുന്നത്. അപ്പൊ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. 22,560 താഴെയാണെങ്കിൽ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ ഒരു ലെവലിലൊക്കെ തൊട്ടടുത്ത സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് തന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഇൻ കേസ് 22,530 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട് സെന്റ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പോസിറ്റീവ് ആണ്. 22,630 താഴെയാണെങ്കിലും ഷോർട്ട് സെല്ലിനാണ് സാധ്യത. 560 സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. 630 മുകളിൽ ഓപ്പൺ ചെയ്ത് ചെറിയ ടൈം ഫ്രെയിമിലെ ബൈര ഓപ്പർച്യൂണിറ്റി കിട്ടി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. 22,665 മുകളിലേക്ക് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, 22,690 അടുത്ത് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ നോക്കുക. 22,690 മുകളിൽ വേറെ റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ ഇത്
ഹോൾഡ് ചെയ്ത് നിലനിൽക്കണം. അതായത് 22,690 സപ്പോർട്ടായിട്ട് നിലനിർത്തണം. നിലനിർത്തിയാലാണ് ആ ഒരു സ്ട്രെങ്ത് മാർക്കറ്റിൽ കിട്ടുകയുള്ളൂ. അതിനനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്യുക. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഈ പറയുന്ന ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ സപ്പോർട്ടിൽ വന്ന ഒരു ബൈ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിഫ്റ്റിക്കയിലും ഈ ഒരു ഹയർ ലെവലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസുകൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിഫ്റ്റിക്ക് ഈ ഒരു ലെവലിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ കാണിച്ചു തന്നിരുന്നു. കാരണം ആ ഒരു ഏരിയ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ തന്നെയാണ്. പക്ഷെ ഈസി ആയിട്ട് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ലെവലിൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്യുന്നത് ഇൻകേസ് ഇതിന്റെ ഒരു മുകളിലാണ്, വളരെ ഈസി ആയിട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക മാർക്കറ്റിൽ സ്ട്രെങ്ത് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ കൺജസ്റ്റ് ആയിട്ട് നിലനിൽക്കുന്നെങ്കിൽ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നിഫ്റ്റിയിൽ അതിൽ ഇത്ര ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയാലും ഇന്നത്തെ ഒരു വർക്കിംഗ് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഇപ്പോഴും ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എപ്പോഴും ബാങ്ക് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് വരുന്ന ദിവസങ്ങൾ മാനേജ് ചെയ്യുമ്പോൾ ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ കഴിഞ്ഞ ദിവസത്തിലൊക്കെ നൽകിയിരിക്കുന്ന 48,250 തന്നെയാണ് ഹയർ ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഹയർ ലെവല് ഇനി ബാങ്ക് നിഫ്റ്റിക്ക് ഒരു സ്ട്രെങ്ത് കാണുന്നത്. അതായത് ഈ 48,250 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. അത് ഹയർ ലെവല് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. വേറെ ലെവലുകൾ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിൽ മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക, പറയുന്ന ഒരു പ്ലാൻ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ മാനേജ് ചെയ്താലാണ് എക്സാക്ട് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 48,010 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. മുകളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ചെറിയ ടൈമിലുള്ള ബൈ ഓപ്പർച്യൂണിറ്റി, ചെറിയ ടൈമിലുള്ള ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി. പക്ഷെ സ്റ്റോപ്പ് ലോസ് കാണുന്നത് ഈ ഒരു ലെവലല്ല. സ്റ്റോപ്പ് ലോസ് കാണുന്നത് 47,950 ആണ് സ്റ്റോപ്പ് ലോസ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ ഈ ഒരു ലെവലാണ് സ്റ്റോപ്പ് ലോസ് വരുന്നത്. അപ്പൊ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഇൻ കേസ് 48,010 മുകളിൽ ഓപ്പൺ ചെയ്താലും 47,950 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലാണ്. ഇതിനൊരു മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 48,170 റെസിസ്റ്റൻസ് ആണ്, 48,220 റെസിസ്റ്റൻസ് ആണ്, 220, 250 സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അതിന്റെ മുകളിലേക്ക് ഇനി സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് ബാങ്ക് നിഫ്റ്റി ഒരു ഹയർ ലെവലിൽ ഒരു മൊമെന്റത്തിന്റെ ഒരു സാധ്യത. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആയാലും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ ചെറിയ ടൈമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 47,830 സപ്പോർട്ട് വരുന്നത്. അപ്പൊ അതിനുശേഷം സപ്പോർട്ട് കാണുന്നത് 47,700 സപ്പോർട്ട് കാണുന്നത്. ഈ രണ്ടാണ് ലോവർ ലെവലിലെ സപ്പോർട്ട്. ബാക്കി വരുന്ന സപ്പോർട്ടുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് ഫോളോ ചെയ്ത എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു മൊമെന്റം നോക്കുക. ഇന്നത്തെ ഓപ്പണിങ്ങിൽ ഒരു മൊമെന്റം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും എക്സാക്ട് ആയിട്ട് റെസിസ്റ്റൻസിന്റെ അടുത്തുനിന്നാണ് അടുത്തൊരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്തു. അതിനുശേഷം 21,335 ബ്രേക്ക്, അതിന് മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. കാരണം ആ ഒരു ഏരിയ പിന്നീട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അവസാനത്തെ ഒരു സെക്ഷനിൽ അതിൻ്റെ ഒരു മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് നിഫ്റ്റി നമുക്ക് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനായിട്ട് ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും 21,155 ലോവർ ലെവൽ സപ്പോർട്ട്, 21,275 ഈ ഒരു ലെവൽ സപ്പോർട്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ടിലാണെങ്കിൽ ബൈക്ക് തന്നെയാണ് സാധ്യത. 410 റെസിസ്റ്റൻസ് കാണുന്നത്. 410 മുകളിലാണ് ഓപ്പൺ ചെയ്യുന്ന ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈമിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. തൊട്ടടുത്ത റെസിസ്റ്റൻസുകളുണ്ട്. 21,475 അടുത്തുനിന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താലും തിരിച്ച് 21,475 താഴെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അതിന്റെ താഴെ നിലനിന്ന് കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ് വരുന്നത്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ വീക്ക്നെസ് ആണ്. പക്ഷെ സപ്പോർട്ടിലാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ബൈക്കാണ് കൂടുതൽ സാധ്യത വരുന്നത്. ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് എക്സാക്ട് ആയിട്ട് നിലനിൽക്കുക. മാർക്കറ്റിലെ വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറുകളും കമന്റുകളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.